ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷയാണ്. രണ്ടാം ഘട്ട പരീക്ഷയിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ഒന്ന് ഞാൻ പറയാം. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടാം ഘട്ട പരീക്ഷയുടെ. അതായത് ആഗസ്റ്റ് മാസം 9-ാം തീയതി പരീക്ഷ എഴുതിയ ചോദ്യപേപ്പറാണ്. പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ആണ്. അപ്പം ഏകദേശം 10 ക്വസ്റ്റ്യൻസോളം ചേഞ്ചസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഡിലീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 5 ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ചേഞ്ചസ് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ് എന്നുള്ള ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഏതാ ഡിലീറ്റ് ആയിട്ടുള്ള ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് എന്നുള്ള ചോദ്യമുണ്ട്. 8ാമത്തെ ചോദ്യം, ആ ഒരു ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ആൻസർ കീ പ്രകാരം. അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം, പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 16ാമത്തെ ചോദ്യവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഇനി 20ാമത്തെ ചോദ്യം, 20ാമത്തെ ചോദ്യം PSC ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാ നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം എന്നുള്ളതാണ്. PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ A KA മുഹമ്മദ് ആണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അത് ചേഞ്ച് ആയിട്ടുണ്ട്. 21ാമത്തെ ചോദ്യം PSC ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറായിട്ട് PSC ഫൈനൽ ആൻസർ കീ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻസർ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 21ാമത്തെ ചോദ്യം ആൻസർ ചേഞ്ച് ചെയ്ത് ഓപ്ഷൻ B ആയിട്ടുണ്ട്, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. 22ാമത്തെ ചോദ്യം PSC ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഇതൊക്കെ നമ്മൾ ആൻസർ കീ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ A 7 വർഷം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ A 7 വർഷമാണ് ഫൈനൽ ആൻസർ കീ പ്രകാരം ആൻസറായിട്ട് വന്നിരിക്കുന്നത്. 23ാമത്തെ ചോദ്യം, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ C 42ാം ഭേദഗതി ആയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ C 42ാം ഭേദഗതി. 24ാം ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അതും ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ D ലോട്ടറി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ D ആണിപ്പം ആൻസർ, ലോട്ടറിയാണ് ആൻസർ. അപ്പോൾ 25ാമത്തെ ചോദ്യം, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കറണ്ട് അഫയർ പാർട്ടായിരുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് ആവുന്നു. ഓപ്ഷൻ A ആസാമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസറും ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ A ആസാമായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പാക്കിയ പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം PSC ഫൈനൽ ആൻസർ കീ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നേർവഴിയാണോ ഉണർവാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം. അപ്പം ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം 27ാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 28ാമത്തെ ചോദ്യം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് പ്രതിനിധീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ PSC ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓപ്ഷൻ A ജനങ്ങളുടെ കോടതി എന്നാക്കിയിട്ടുണ്ട്. നമ്മൾ ആൻസർ കീ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതൊക്കെ ചേഞ്ച് ആവുന്നു. അപ്പോൾ ഓപ്ഷൻ A ജനങ്ങളുടെ കോടതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 29ാമത്തെ ചോദ്യവും ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ഓപ്ഷൻ B റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ B റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 30ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ലകൾ ഏതാണ്? അതും ഓപ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ D പാലക്കാട്, വയനാട് ജില്ലയാണ് കേട്ടോ. നമ്മൾ ആൻസർ കീ ചേഞ്ച് ചെയ്തപ്പം ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നതാണ്. പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ് ഇതെല്ലാം ചേഞ്ച് ആകുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D പാലക്കാട്, വയനാടിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം
30 ഓപ്ഷൻ ഡി പാലക്കാട് വയനാടാണ്. 31ാമത്തെ ചോദ്യം PSC ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ വന്നപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി VS അച്യുതാനന്ദനായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ബി VS അച്യുതാനന്ദൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് PSC ചേഞ്ചസ് വരുത്തിയ ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഒരു ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 70ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 70ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 70ാമത്തെ ചോദ്യം എന്താ നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യം PSC ഫൈനൽ ആൻസർ കീ വന്നപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, 8, 16, 27, 70 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20, 21, 22, 23, 24, 25, 28, 29, 30, 31 തുടങ്ങി 10 ചോദ്യങ്ങൾ PSC ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ആൻസർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫൈനൽ ആൻസർ കീ പ്രകാരം വരുന്ന ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആയതും ഡിലീറ്റ് ആയതും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി, 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മാർക്കൊക്കെ കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഞാൻ ഈ മാർക്ക് ചെയ്തൊരു PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് സെക്ഷൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ള, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ള കമൻറ്റ് ചെയ്യുക. അതിനെ തുടർന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കും അതൊരു ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്ര റേഞ്ച് ആണെന്നുള്ളത്. അതുപോലെ തന്നെ നാളെ ഞാനൊരു മുൻവർഷത്തെ കട്ട് ഓഫ്, അതുപോലെ തന്നെ ഇത് ഞാനൊരു പോൾ ഇപ്പം ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്, ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ മാർക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം. അപ്പോൾ അതുകൂടെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ പോലെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരുമെന്ന് തന്നെ PSCയുടെ പ്രസ് റിലീസിലുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വിവിധ ജില്ലകളിലെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രസ് റിലീസിൽ അവർ പറഞ്ഞിരുന്നു. അപ്പം അതുകൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞല്ലോ 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റായി, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റായി, 10 ക്വസ്റ്റ്യൻസ് ചേഞ്ചസും വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ചേഞ്ചസ് നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇതെല്ലാം ചേഞ്ചായി വരും എന്ന് പറഞ്ഞിരുന്നായിരുന്നു. അപ്പം ഇത്രയും ഡിഫറൻസ് ആണ് പ്രൊവിഷണൽ ആൻസർ കീന്ന് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ PSCയിൽ വന്നത്. ആദ്യത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച് ആദ്യത്തെ സ്റ്റേജിൽ ഇത്രയും ഡിലീഷൻസ് ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇത്രയും ഡിലീഷൻസ് വന്നു. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനൽ, എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും. ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു PDF ഇടും. ആ PDF കയറിയിട്ട് നിങ്ങൾ നോക്കുക എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി, അപ്പോൾ 95-ലായിരിക്കും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കുക. ചിലപ്പം നമ്മൾ പ്രൊവിഷണൽ ഫൈനൽ ആൻസർക്ക് വരെ ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് മാർക്ക് ഉയർന്നു വരാൻ ചാൻസ് കൂടുതലുണ്ട്, മാർക്ക് കുറേ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്താ കാര്യം, ഞാൻ 10 ക്വസ്റ്റ്യൻസോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പരീക്ഷ എഴുതിയ കൂട്ടുകാരാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഏത് ജില്ലയാണെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ, ഈ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്, ഫൈനൽ ആൻസർ കീ വരുന്നത് സംബന്ധിച്ച് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു പെട്ടെന്നൊരു വീഡിയോ തയ്യാറാക്കിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി ഒന്ന് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.